ഒന്നാമത്തെ വീഡിയോയുടെ തുടർച്ചയാണിത്. നാം രാവിലെ എഴുന്നേറ്റ് ബെഡ്റൂമിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ പ്രവേശിച്ച് അവിടെ നാം ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്ന് അറബിയിൽ എങ്ങനെ പറയാമെന്നാണ് ഈ വീഡിയോയിൽ നാം നോക്കുന്നത്. വദഖൽതുൽ ഹമ്മാമ വഫറഗ്തു മിനൽ ഹവായിജിൽ ളറൂരിയ്യ വഫറഷ്തുൽ അസ്നാന ബിൽ ഫുർഷത്തി വൽ മഅജൂൻ ഔ നളഫ്തു വസ്തഖ്ദംതു ഹൗലൽ ഗസ്ലി അബിൽ മഗ്സല واغتسلت أو استحممت من الدش واستعملت الصابون والغسول أو الشامبو وتنشفت الرأس والجسد بالمنشفة أو القطيلة أو الفوطة ودخلت الحمام. ഞാൻ ബാത്റൂമിൽ പ്രവേശിച്ചു. ദഖല യദ്ഖുലു എന്നാൽ പ്രവേശിക്കുക എന്നാണ്, അൽ ഹമ്മാം എന്നാൽ ബാത്റൂം എന്നാണ്. വഫറഗ്തു മിനൽ ഹവായിജിൽ ളറൂരിയ്യ, അത്യാവശ്യ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഒഴിവായി. ഫറഗ യഫ്റുഗു എന്നാൽ ഒഴിവാകുക, വിരമിക്കുക എന്നാണ് അർത്ഥം. മിനൽ ഹവായിജി ളറൂരിയ്യ, അൽ ഹവായിജ് എന്നാൽ ഹാജത്തിന്റെ ബഹുവചന രൂപമാണ്. അൽ ളറൂരിയ്യ അത്യാവശ്യ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഒഴിവായി. ഫറഷ്തുൽ അസ്നാന ബിൽ ഫുർഷത്തി വൽ മഅജൂൻ, ഫറഷ്തു എന്നാൽ ഞാൻ ബ്രഷ് ചെയ്തു എന്നാണ് അർത്ഥം. ഫറഷു ഫരിഷു എന്ന പുതിയ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. വഫറഷ്തുൽ അസ്നാന, അസ്നാൻ എന്നാൽ സിൻ എന്നതിൻ്റെ ബഹുവചന രൂപമാണ് അസ്നാൻ, പല്ലുകൾ. ബിൽ ഫുർഷത്ത്, ഫുർഷത്ത് എന്നാൽ ബ്രഷ് എന്നാണ്. വൽ മഅജൂൻ എന്നാൽ പേസ്റ്റ് എന്നാണ്. ഫുർഷത്തുൽ അസ്നാൻ എന്ന് പറയാം ബ്രഷ്, മഅജൂനുൽ അസ്നാൻ ടൂത്ത് പേസ്റ്റ് എന്നാണ്. ഫുർഷത്തുൽ അസ്നാൻ എന്നാൽ ടൂത്ത് ബ്രഷ് എന്നാണ് അർത്ഥം. ഫുർഷത്തിൻ്റെ ബഹുവചന രൂപം ഫുർഷാത്ത് എന്നാണ്. മഅജൂനിൻ്റെ ബഹുവചന രൂപം മആജീൻ എന്നാണ്. ഔ നളഫ്തു അല്ലെങ്കിൽ ഞാൻ വൃത്തിയാക്കി എന്നാണ്. നളഫ്തുൽ അസ്നാൻ എന്നും പറയാറുണ്ട്. പഴയ അറബിയിൽ അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഫറഷ ഫരിഷു എന്ന ബ്രഷ് ചെയ്തു എന്ന അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നത്. വസ്തഖ്ദംതു ഹൗലൽ ഗസ്ലി അബിൽ മഗ്സല, ഞാൻ ഉപയോഗിച്ചു. ഇസ്തഖ്ദമ യസ്തഖ്ദിമു എന്നാൽ ഉപയോഗിക്കുക എന്നാണ് അർത്ഥം. ഞാൻ ഉപയോഗിച്ചു ഹൗലൽ ഗസ്ൽ, ഹൗലൽ ഗസ്ൽ എന്നാൽ വാഷ് ബേസിൻ എന്നാണ്. വെറും അൽ ഹൗദ് എന്ന് മാത്രം പറഞ്ഞാലും വാഷ് ബേസിന് അർത്ഥമാക്കാറുണ്ട്. അബിൽ മഗ്സല അല്ലെങ്കിൽ വാഷ് ബേസിന് മറ്റൊരു വാക്കാണ് മഗ്സല എന്നുള്ളത്. വഗ്തസൽതു ഔ ഇസ്തഹ്മംതു, ഞാൻ കുളിച്ചു എന്നാണ്. ഇഗ്തസല യഗ്തസുലു എന്നാൽ കുളിക്കുക എന്നാണ്. അതിൻ്റെ മറ്റൊരു വെർബാണ് ഇസ്തഹമ്മ യസ്തഹിമ്മു, കുളിക്കുക എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്ന മോഡേൺ വാക്കാണ്. ഇഗ്തസൽതു ഞാൻ കുളിച്ചു, ഔ ഇസ്തഹ്മംതു അല്ലെങ്കിൽ ഇസ്തഹമ്മ എന്നതിൻ്റെ ഫീലിൻ്റെ രൂപം ഇസ്തഹ്മംതു ഞാൻ കുളിച്ചു എന്ന് പറയാം. മിന ദുഷ്, ദുഷ് എന്ന് പറഞ്ഞാൽ ഷവറിനാണ് ഉപയോഗിക്കുക. ഷവറിൽ നിന്നും ഞാൻ കുളിച്ചു. ടാപ്പ് എന്നതിന് വാക്ക് വേറെയുണ്ട്, അതുപോലെ ഫോസറ്റ് എന്നതിന് വാക്ക് വേറെ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് വേറെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. വസ്തഅമൽതു സാബൂന, ഞാൻ സോപ്പ് ഉപയോഗിച്ചു. ഇസ്തഅമല എന്നാലും ഇസ്തഖ്ദമ എന്നാലും ഒരേ അർത്ഥമാണ്, ഉപയോഗിക്കുക എന്നാണ്. ഇസ്തഅമല ഇസ്തഅമിലു, ഇസ്തഖ്ദമ ഇസ്തഖ്ദിമു രണ്ടും ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. വസ്തഅമൽതു സാബൂന, ഞാൻ സോപ്പ് ഉപയോഗിച്ചു. വൽ ഗസൂല അബി ഷാംപൂ, അല്ലെങ്കിൽ അതുപോലെ ഷാംപൂവും ഉപയോഗിച്ചു. ഷാംപൂ എന്ന് തന്നെയാണ് സാധാരണ അറബിയിൽ പറയുന്നത്. വേണമെങ്കിൽ നമുക്കതിന് ഗസൂൽ എന്ന് പറയാം. തലയിൽ തേക്കുന്ന ജെല്ലിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. അതിന് ഷാംപൂനും ഗസൂൽ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഗസൂൽ എന്ന പദം അത് നമ്മുടെ ഗസല എന്ന അറബി പദത്തിൽ നിന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വസ്തഅമലത്തു സാബൂന, ഞാൻ സോപ്പ് ഉപയോഗിച്ചു. വൽ ഗസൂല അബി ഷാംപൂ, അതുപോലെ ഷാംപൂവും ഉപയോഗിച്ചു എന്ന് പറയാം. വതനശഫ്തു റഅസ വൽ ജസദ, ഞാൻ തല തോർത്തി. തനശഫ എന്ന് പറഞ്ഞാൽ തല തോർത്തുന്നതിനാണ് പറയുക, സ്വയം തല തോർത്തുക. തനശഫ്തു റഅസ, ഞാൻ തല തോർത്തി. വൽ ജസദ, ശരീരവും തോർത്തി. വെള്ളം തോർത്തിയെടുക്കുന്നതിനാണ്, വെള്ളം തുടച്ചെടുക്കുന്നതിനാണ് തനശഫ എന്ന് ഉപയോഗിക്കുന്നത്. ബിൽ മിൻഷഫത്തി, ടവ്വല് കൊണ്ട്. മിൻഷഫത്ത് എന്നാൽ ടവ്വല് എന്നാണ്. അതിൻ്റെ മറ്റ് രണ്ട് വാക്കുകൾ കൂടി ഉപയോഗിക്കാറുണ്ട്. അവിൽ ഖത്തീലത്ത്, ഖത്തീലത്ത് എന്ന പദവും ടവ്വലിന് ഉപയോഗിക്കാം. അവിൽ ഫൂത്ത അല്ലെങ്കിൽ ഫൂത്ത എന്ന പദവും ടവ്വലിന് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ തോർത്ത് അല്ലെങ്കിൽ ടവ്വലിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന 3 പദങ്ങളാണ്. പ്രത്യേകിച്ച് ഫൂത്ത എന്നുള്ള പദം അധികവും ടവ്വലിന് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇത്രയുമാണ് വാചകങ്ങളായി നമ്മുടെ ബാത്റൂമിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്.
ഇനി ബാത്റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുണ്ട്, അവകളുടെ ആ സാധനങ്ങളുടെ പേരുകളൊക്കെ മറ്റൊരു ഷോർട്സിൽ നമുക്ക് പരിചയപ്പെടാം. അതിൽ ടാപ്പുണ്ട്, ഫോസറ്റ് ഉണ്ട്, ക്ലോസറ്റ് ഉണ്ട്, അതുപോലെ ഫ്ലഷ് ടാങ്ക് ഉണ്ട്, അതുപോലെ ടവൽ റാഡ് ഉണ്ട്, പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷ് ഉണ്ട്, അതുപോലെ ഫേസ് വാഷ് ഉണ്ട്. ഇങ്ങനെ പല വസ്തുക്കളുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് ക്രമേണ ഷോർട്സിൽ കൂടി പരിചയപ്പെടാം. ഈ വീഡിയോ നമ്മൾ നല്ല രീതിയിൽ പരിശീലിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറബിയിൽ നല്ലതുപോലെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്.